രാവിലെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചായിരുന്നു. ഛർദി ഉണ്ട്, വയറിളക്കമുണ്ട്. പക്ഷെ വേറെ നോർമലായി, ഭയങ്കര ആയിട്ട് വഴക്കൊക്കെ ഉണ്ട്. ഉച്ചവരെ കിടന്നുറങ്ങി. പിന്നെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു, കുക്കിങ്ങൊക്കെ അതൊക്കെ ചെയ്തു. വെയിലുണ്ട്. ഉച്ച കഴിഞ്ഞാൻ തോന്നുന്നു മഴ. ശാമ്പൂക്ക് ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട്. അന്നേരം അവൾ ഭയങ്കര വഴക്കാണ്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രിയിൽ ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് രാവിലെ തൊട്ട് ഓക്കെയാണ്. പക്ഷേങ്കിൽ ഭയങ്കര വഴക്കാണ്. കാരണം ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലേ തന്നെ വഴക്കാം. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇച്ചിരി വയ്യാതെയും കൂടെ ആകുമ്പോഴത്തേനും പിന്നെ പറയണ്ട. നമ്മൾ ഈ വീട്ടിൽ നിൽക്കാതെ ഇപ്പോഴേ പണിക്ക് പോകുന്നതിൻ്റേതായ കുറേ പ്രശ്നങ്ങളോടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. നമ്മൾ ഡെയിലി പണിക്ക് പോകുന്നതുകൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പോൾ അവൾക്കാണേലും മുന്നിലൊക്കെ വരുമ്പം നമ്മൾ അത്യാവശ്യം കുറേ പരിപാടിയൊക്കെ ചെയ്യുന്നതായിരുന്നു തുടക്കത്തിൽ. അപ്പം വലിയൊരു സീനാവാതെ സംഭവം മാറും. സാധാരണഗതിയിൽ വല്ല അബദ്ധം പറ്റി വല്ല അതുപോലത്തെ സംഭവം വല്ല ആണെങ്കിൽ പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി വലിയ സീനാക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ സോൾവ് ചെയ്യുന്ന ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം പ്രശ്നമാണ്. വീട്ടിൽ ഒരുപാട് കേസുകെട്ടുകൾ തകർന്ന് താറുമാറായി കിടക്കുക. അതൊക്കെ ഒന്ന് ശരിയാക്കി ലെവൽ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ഞായറാഴ്ച കിട്ടുന്ന സമയം കൊണ്ടോ അങ്ങനത്തെ സമയം കൊണ്ടൊന്നും പറ്റത്തില്ല. നല്ല ടൈം വേണം. ഇടയ്ക്കൊരു മഴ ചാറും, പിന്നെ ഒരു വെയിൽ വരും, പിന്നെയും മഴ ചാറും, പിന്നെയും വെയിൽ വരും. തുണിയെല്ലാം അലക്കാനുണ്ടായിരുന്നു കുറേ. അതെല്ലാം കൊണ്ട് തലയ്ക്ക് കുറേ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പെറുക്കി വെച്ച് അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അഞ്ച് മണി ആയതേ ഉള്ളൂ. ഇരുട്ടോട് കൂടിയൊരു മഴ വരുന്നുണ്ട്. കുറച്ച് പൈസയൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ സൂക്ഷിച്ച് വെച്ച് കുറച്ച് സമ്പാദിച്ച് കുറച്ചും കൂടെ സ്മൂത്തായിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് പണിക്കൊക്കെ പോകാൻ തീരുമാനിച്ചത്. സാമ്പത്തികമായിട്ട് ഇച്ചിരി അങ്ങോട്ട് പുറകോട്ട് പോയ സമയത്ത് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ പണിക്ക് പോകുന്നൊരു അങ്ങനെയുള്ളൊരു മൈൻഡോടല്ല, ഒരു രസമായിട്ട് തന്നെ അങ്ങ് പോവുക. പക്ഷേ അതുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ചുമ്മാ വ്യാമോഹം. ഒന്നും നടക്കത്തില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു പ്രശ്നം ഓരോ കാര്യങ്ങളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അതിനകത്തൂടെ പൈസ ഉണ്ടാക്കലോ അങ്ങനത്തെ പരിപാടി നടക്കില്ല. കാര്യങ്ങൾ നേരത്തെക്കാട്ടി കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നടത്താൻ പറ്റുന്ന രീതിയിൽ, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പയ്യെ അങ്ങ് പോകും. എന്നല്ലാതെ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ലൈഫിൽ വരുന്നതായിട്ട് തോന്നുന്നില്ല. പെട്ടെന്ന് മഴയങ്ങ് കൂടി. നല്ല മഴയാണ്. എന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ പകലില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. ശക്തി കൂടിയതല്ലാതെ കുറയുന്നില്ലല്ലോ. മഴ പെയ്ത് മാറി. നമ്മുടെ സോളാർ പാനലിൻ്റെ ഒരു ബോർഡുണ്ട്. അതിൻ്റെ ഈ ബാറ്ററിയിലോട്ട് ചാർജ് ആകുന്നുണ്ട്. അത് പോയി കിടക്കുക. അതുകൊണ്ട് സോളാറിൽ നിന്നുള്ള കറണ്ട് നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല.
അതൊന്ന് മാറാൻ വേണ്ടി ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അത് വന്ന് കഴിയുമ്പം ആ BMS ബോർഡെന്ന് പറയും, ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററിയുടെ ചാർജിങ് കൺട്രോൾ ചെയ്യുന്നൊരു ബോർഡാണ്. അവസാനം കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. പുതിയ ഒരെണ്ണം പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറേ ദിവസം 20 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. ചില സാധനമൊക്കെ ആമസോണിൽ അങ്ങനെ. ഇന്ന് കഴിക്കാനൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. രാവിലെ തൊട്ട് ഓരോന്നുകൂടെ ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു, അതോടെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചക്ക ഇരിപ്പുണ്ട്, അതൊന്ന് വെട്ടിയേക്കാണ്. കഴിഞ്ഞ ദിവസം ജോസ് വന്നപ്പോൾ കൊണ്ട് തന്നെ ആർക്കും കഴിക്കാൻ പറ്റിയില്ല, എല്ലാവരും ആശുപത്രിയിലാക്കി പോയിട്ട്. അത് പഴുക്കാനൊന്നും പോലല്ല. അതുകൊണ്ട് ഞാൻ പുറകിൽ നിന്ന് ചെറുതായിട്ട് കേടായി. ഇനിയെങ്കിലും കഴിച്ചില്ലെങ്കിൽ അത് അഴുക്കായിപ്പോയി. തല വീണ്ടും ചക്കപ്പെടുക. മഴ മാറുന്നില്ല, കുറേ നേരമായി. നല്ല ശക്തമായ മഴയാണ്. കറണ്ടില്ലായിരുന്നു, ഇപ്പം വന്നു. ഇന്നിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. സോഡിയം കുറച്ച് കുറവാണ്, അത് ശരിയായി വരുന്നതേ ഉള്ളൂ. വേറെ നിലവിൽ ആരോഗ്യപരമായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നാളെ വിടുവോ ഇല്ലയോ എന്നറിയത്തില്ല. നാളെ തന്നെ വല്ലതും വിടുമായിരിക്കും. കുറച്ച് എന്തൊക്കെയോ ടെസ്റ്റും കൂടെ ഉണ്ട് അവർക്ക്. അതെല്ലാം കഴിഞ്ഞേ വിടത്തുള്ളൂ എന്നറിയത്തില്ല. എന്നാണെങ്കിലും നാളെ വല്ലതും അറിയാം. അപ്പം ഇന്ന് ഞാൻ പണിക്ക് പോയില്ല. ഇന്നലത്തെ എല്ലാം കൂടെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം കൂടെ ആയിരുന്നു. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം നാളെ പോകണമെന്ന് വിചാരിക്കുന്നു. കാരണം നാളത്തെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആണെങ്കിൽ നാളത്തെ കഴിഞ്ഞ് എന്നിട്ട് ലീവ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ പോയിട്ട് നാളത്തെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും എന്നെ ആവശ്യം വരുന്നതെന്ന് പറയാനും പറ്റത്തില്ല. ഇപ്പം മണ്ണിൽ എടുക്കണമല്ലോ. അതുകൊണ്ട് നാളെ അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു.